അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു ونشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الإخوان والأخوات اتقوا الله ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم نخلقكم من ماء مهين فجعلناه في قرار مكين إلى قدر معلوم فقدرنا فنعم القادرون. ويل يومئذ للمكذبين. ألم نجعل الأرض كفاة أحياء وأمواتا وجعلنا فيها رواسي شامخات وأسقيناكم ماء فراتا. ويل يومئذ للمكذبين. الله أكبر إن دين محمد وكتابه أهدى وأقوم قيلا. لا تذكروا الكتب السوالف عنده طلع الصباح فأطفئ القنذيلا. സ്നേഹ ബഹുമാനമുള്ള വേദിയിലും സദസ്സിലുമുള്ള വിശ്വാസിനികളെ, സഹോദരി സഹോദരങ്ങളെ, പ്രിയം നിറഞ്ഞ കുട്ടികളെ, സന്തോഷമുണ്ട്. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് ജീവിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തട്ടെ. സമ്പുഷ്ടമായ 2-3
ക്ലാസുകൾ ശ്രവിച്ചവർ, ഉത്ബുദ്ധരായ സദസ്സ്, സമ്പുഷ്ടമായ വയറുമായിരിക്കുന്നവർ, ഉറക്കിൻ്റെ വക്കത്ത്, ഇവിടെ ഖുർആൻ വഴിയും വെളിച്ചവും എന്ന വിഷയം കൈകാര്യം ചെയ്യണം. ആദ്യം വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട 4 വരി പാട്ടുപാടാനാണ് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ആശയം മനസ്സിലേക്ക് കുറിച്ചെടുക്കണം എന്ന് ഓർമ്മപ്പെടുത്തുക കൂടെ ചെയ്യുന്നു. ഫുർഖാനുൽ അളീമാണ്, പരിശേറും പൂങ്കാവാണ്, പവിത്രത നിറയുന്ന താരാമ്പരമാണ്, പെരിയോന്റെ കലാമാണ് ഖുർആൻ, പെരിയോന്റെ കലാമാണ്. ഫുർഖാനുൽ അടിവരയിടേണ്ട പ്രയോഗം. ഫുർഖാനുൽ അളീമാണ്, പരിശേറും പൂങ്കാവാണ്, പവിത്രത നിറയുന്ന താരാമ്പരമാണ്, പെരിയോന്റെ കലാമാണ് ഖുർആൻ, പെരിയോന്റെ കലാമാണ്, പെരിയോന്റെ കലാമാണ് ഖുർആൻ, പെരിയോന്റെ കലാമാണ്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികത്ത് വന്ന് സഹാബി പ്രമുഖനായ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു പ്രവാചകനോട് പറഞ്ഞു, പ്രവാചകരെ എന്നെ ഒന്ന് ഉപദേശിച്ചാലും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് മറുപടി കൊടുത്തു, ശരി, താങ്കൾ അല്ലാഹുവിൽ സൂക്ഷ്മതയുള്ളവനായി ജീവിക്കണം. വീണ്ടും അബൂദർ റളിയല്ലാഹു അൻഹു, എന്നെ ഇനിയും ഉപദേശിച്ചാലും പ്രവാചകരെ. പ്രവാചകൻ വീണ്ടും ഉപദേശിച്ചു, നീ ഖുർആൻ പാരായണവും ദൈവസ്മരണയും പതിവാക്കുക. അത് ഉപരിലോകത്ത് നീ സ്മരിക്കപ്പെടും, ഭൂമിയിൽ പ്രകാശമായി മാറുകയും ചെയ്യും. താബിഈകളിൽ പ്രമുഖനായ സാബിത്തുൽ ബുനാനി റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരിക്കൽ അനുഭവം പറഞ്ഞത്, 20 വർഷക്കാലം ഞാൻ ഖുർആൻ പഠിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടു. ഒന്നുകൂടെ, 20 വർഷക്കാലം ഞാൻ ഖുർആൻ പഠിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടു. പിന്നെ ഇതുവരെ 20 വർഷക്കാലം ഞാൻ അതിൻ്റെ സുഖം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു താബി, അദ്ദേഹം, നിങ്ങൾ രാത്രിയെ ഒട്ടകമാക്കി ഒരുപാട് ദീർഘദൂരം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. രാത്രിയിലെ ഖുർആൻ പാരായണത്തെ സംബന്ധിച്ചാണ് സൂചിപ്പിക്കുന്നത്. കേവലം ഒരു ഓത്ത് മാത്രമായി അർത്ഥ ആശയങ്ങളിലേക്ക്, വരികൾക്കിടയിലേക്ക് കടന്നു പോകാതെയുള്ള വായനയെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം തുടരുന്നത്, മുൻഗാമികളായ ആളുകൾ വിശുദ്ധ ഖുർആനിനെ സമീപിക്കുമ്പോൾ ഇത് അള്ളാഹുവിൽ നിന്നുള്ള ഒരു സന്ദേശമായിട്ട്, കത്തായിട്ടായിരുന്നു കണ്ടിരുന്നത്. അവർ പാരായണം ചെയ്യുന്ന വചനങ്ങളെക്കുറിച്ച് രാത്രിയിൽ ശക്തമായി ചിന്തിക്കും. രാവിലെ എഴുന്നേറ്റാൽ അവർ ആ ചിന്തിച്ച ആയത്തുകൾ പ്രാവർത്തികമാക്കാൻ വേണ്ടി അധ്വാനിക്കുകയും ചെയ്യും, പരിശ്രമിക്കുകയും ചെയ്യുമെന്ന്. സഹോദരങ്ങളെ, വർത്തമാന ലോകത്തെക്കുറിച്ച് ഞാൻ ഒരുപാട് സൂചിപ്പിക്കേണ്ടതില്ല, സമയം പരിമിതമാണ്, സൂചനകൾ മാത്രം. ഒട്ടേറെ കുതിപ്പുകൾ നടത്തി, തന്ത്രപരവും യുക്തിഭദ്രവുമായ കുതിപ്പുകൾ നടത്തി ഏറെ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ള കാലം. ശാസ്ത്രീയ സാങ്കേതിക മേഖലകളിൽ അഭൂതപൂർവമായ വളർച്ച നേടിയിരിക്കുന്നു. ഭൂമിശാസ്ത്രപരമായ അതിർവരമ്പുകൾ ഭേദിച്ച് ലോകം മുഴുവനും വിരൽത്തുമ്പുകളിൽ ഒതുക്കി തൻ്റെ എല്ലാം ചെയ്തു തീർക്കുന്ന മനുഷ്യൻ, കഴിവുള്ളവൻ.
വരാനിരിക്കുന്ന രോഗത്തെ മുൻകൂട്ടി മനസ്സിലാക്കുകയും ആന്റി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്ത് രക്ഷ നേടാൻ സാധിക്കുമെന്ന് ഘോഷിക്കുന്ന കാലഘട്ടം. പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിലും എവിടെയും അസ്വസ്ഥതകൾ നിറഞ്ഞിരിക്കുകയാണ്. അങ്കലാപ്പും അന്താളിപ്പുമാണ്. നിസ്സാരമായ പ്രശ്നങ്ങൾക്ക് പേരിൽ അകൽച്ചയും അക്രമങ്ങളും നടക്കുന്നു. ആർക്കും ഒന്നും സഹിക്കാൻ കഴിയുന്നില്ല, ഒന്നും താങ്ങാൻ കഴിയാത്ത അവസ്ഥ. അനിയന്ത്രിതമായ കാമവെറിയന്മാർ, ലൈംഗിക അതിക്രമങ്ങൾ, അശ്ലീലങ്ങളും അനാശാസ്യ പ്രവണതകളും, ഇങ്ങനെ പോകുന്നു സമൂഹം. ഒരുപാട് നേടിയിട്ടുണ്ട്, പക്ഷേ അനിവാര്യമായത് നഷ്ടമായി പോയിരിക്കുന്നു. അതുകൊണ്ട് ലോകം, സമൂഹം ഇന്നും ഇരുട്ടിൽ തപ്പിക്കൊണ്ടിരിക്കുന്നു എന്ന് ചുരുക്കി പറയാം. ഇവിടെയാണ് മാനവകുലത്തിന്, മനുഷ്യ സമുദായത്തിന് ഏത് കാലത്തും സമുദ്ധാരണ മാർഗം തെളിയിച്ച വിശുദ്ധ ഖുർആനിന്റെ മൂല്യവും വിലയും വെളിച്ചവും മനസ്സിലാക്കാൻ കഴിയുന്നത്. പരിശുദ്ധ ഖുർആൻ 14-ാം അധ്യായം സൂറത്ത് ഇബ്രാഹിമിലെ 1-ാം സൂക്തം പരിചയപ്പെടുത്തിയത് ഈ വിഷയകമായാണ്. അലിഫ് ലാം റാ കിതാബുൻ അൻസൽനാ ഇലൈക ലിതുഖ്രിജൻ നാസ മിനൽ ളുലുമാതി ഇലൻ നൂർ بإذن ربهم إلى صراط العزيز الحميد. അസീസും ഹമീദുമായ അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് അന്ധകാരങ്ങളിൽ അകപ്പെട്ടിരിക്കുന്ന സമൂഹത്തെ പ്രകാശമാകുന്ന, വെളിച്ചമാകുന്ന അവസ്ഥയിലേക്ക് പിടിച്ചു കൊണ്ടുവരാൻ, ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയാണ് നാം നിന്നിലേക്ക് ഈ വിശുദ്ധ ഖുർആനിനെ അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് വിശദീകരിക്കുകയാണ് ഖുർആൻ. ആധുനിക ലോകം ഇക്കണ്ട വെളിച്ചമൊക്കെയുണ്ടായിട്ടും ഇരുട്ടിൽ തപ്പിക്കൊണ്ടിരിക്കുന്നു. തന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം, താൻ എന്തിനാണ് ജീവിക്കുന്നത് എന്ന് പോലും പല ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നമ്മുടെ മുമ്പിലുള്ളതെന്ന് നമുക്കറിയാം. വിശുദ്ധ ഖുർആൻ 10-ാം അധ്യായം സൂറത്ത് യൂനുസിലെ 58-ാം സൂക്തത്തിൽ ഓർമ്മപ്പെടുത്തുന്നത്, വിശുദ്ധ ഖുർആൻ എന്ന വെളിച്ചമുണ്ടായിട്ട് ആ വെളിച്ചവുമായി നടക്കുന്ന ആളുകളെ സമാധാനിപ്പിച്ചുകൊണ്ടൊരു വർത്തമാനം ഖുർആൻ പറയാണ്. നിങ്ങൾക്ക് സന്തോഷിക്കുവാൻ വകയുണ്ട്. ഈ പ്രകാശം ലഭിച്ച ആളുകൾ, അവർ ദിവ്യ കാരുണ്യത്തിന്റെ തണലിലാണ്. സന്തോഷിക്കാം, മറ്റെന്തിനേക്കാളും അത് തന്നെ ഉത്തമം എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ ഓതി പഠിപ്പിച്ചു. ഖുൽ, പ്രവാചകരെ പറ, ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. നിങ്ങൾ ഒരുക്കുകൂട്ടുന്ന ഭൗതികമായ ഏതൊന്നിനേക്കാളും ഏറ്റവും ഉത്തമം ഖൈറും മിമ്മാ യജ്മഊൻ, ആ വിശുദ്ധ ഖുർആൻ തന്നെ കേട്ടോ. ആ വിശുദ്ധ ഖുർആൻ നിങ്ങളിലുണ്ടെങ്കിൽ, നിങ്ങളുടെ ഷെൽഫിൽ ഉണ്ടെങ്കിൽ എന്നല്ല, അതിന്റെ പരിഭാഷകൾ ഒരുപാടുണ്ടെങ്കിൽ എന്നല്ല, വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ ഹൃദയാന്തരത്തിലേക്ക് ഇറങ്ങിച്ചെന്നിട്ടുണ്ടെങ്കിൽ. കവി പറഞ്ഞത് നാം നേരത്തെ സൂചിപ്പിച്ചു. ഇവിടെ പറയപ്പെടാൻ പറ്റുന്ന, പ്രസ്താവിക്കാൻ പറ്റുന്ന ഏറ്റവും ഉത്തമമായ ഗ്രന്ഥം അത് വിശുദ്ധ ഖുർആൻ. അല്ലാഹു അക്ബറു ഇന്ന ദീന മുഹമ്മദിൻ. അല്ലാഹു അത്യുന്നതൻ. മുഹമ്മദ് നബിയിലൂടെ വന്നിട്ടുള്ള ഈ മതം, മുഹമ്മദ് നബിയിലൂടെ വന്നിട്ടുള്ള, ലഭിച്ചിട്ടുള്ള ഈ വേദഗ്രന്ഥം, അത് തന്നെയാണ് അഹ്ദാ വകിതാബഹു അഹ്ദാ വഅഖ്വമു ഖീലാ. പ്രസ്താവിക്കാൻ പറ്റുന്ന ഏറ്റവും ഋജുവായ, നേരായ പാതയിലേക്ക് നയിക്കുന്ന ഒരേയൊരു ഗ്രന്ഥം
അത് തന്നെയാണ് എന്ന് വിശദീകരിക്കുന്നു. എന്നിട്ട് തുടരുന്നത് ലാ തദ്കുറുൽ കുതുബസ്സവാലിഫ ഇൻദഹു, മുൻകഴിഞ്ഞ ഗ്രന്ഥങ്ങളെയോ മറ്റേതൊരു ഗ്രന്ഥത്തെയും നിങ്ങൾ അതിനോട് തുലനപ്പെടുത്തേണ്ടതില്ല, ചേർത്ത് പറയേണ്ടതില്ല. കാരണം പ്രഭാതമുദിച്ചു കഴിഞ്ഞാൽ മെഴുകുതിരി കെട്ടുപോകണം. അതാ വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആനുമായി നടക്കുന്ന നമ്മളോട് ആ വിശുദ്ധ ഖുർആൻ ഉൾക്കൊള്ളുന്നതിലൂടെ സമാധാനപരമായ ജീവിതം, വെളിച്ചമുള്ള പ്രഭാപൂരിതമായ അവസ്ഥ ദുനിയാവിലും പരലോകത്തും ഉണ്ടാകും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. ആലോചിക്കാം, നമുക്ക് വിജ്ഞാനത്തിലൂടെ മാത്രമാണ് പരിവർത്തനം സാധ്യമാകുന്നത് എന്ന് നമുക്കറിയാം. വിജ്ഞാനമെന്ന അർത്ഥം സംജാതമാകുന്ന വരുന്ന ഇൽമ്, അതേപോലെ ഖലം, അതേപോലെ വായന എന്നീ പദപ്രയോഗങ്ങളാണ് വിശുദ്ധ ഖുർആനിന്റെ പ്രാരംഭ അവതരണത്തിൽ ഉൾക്കൊണ്ടിട്ടുള്ളത് എന്നത് ശ്രദ്ധേയമായ ഒരു ചിന്തയാണ്. ഖുർആനിലെ ആദ്യ സൂക്തങ്ങൾ നമുക്കറിയാം. സൂറത്തുൽ അലഖിലെ ഇഖ്റ ബിസ്മി റബ്ബികല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. ലെ വായന, ഇഖ്റ, ചിന്ത, പഠനം, അന്വേഷണം, അതിനെ സംബന്ധിച്ചാണ് ആമുഖമായി പറഞ്ഞത്. അല്ലദീ അല്ലമ ബിൽ ഖലം, വിജ്ഞാനത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഖലം, എഴുത്ത്, പേന. അല്ലമൽ ഇൻസാന മാ ലം യഅലം, ഇൽമ്. ഈ മൂന്ന് പദപ്രയോഗങ്ങളാണ് വിശുദ്ധ ഖുർആനിന്റെ ആദ്യ അവതരണത്തിൽ തന്നെ ഉൾക്കൊണ്ടിട്ടുള്ളത് എന്നത് ഖുർആൻ പരിവർത്തനത്തിന്റെ ഏക മാർഗമാണ്. പ്രകാശം, വഴിയിൽ വെളിച്ചം നൽകുന്നത്, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉടനീളം അവന് പ്രകാശം നൽകപ്പെടുന്നത് വിശുദ്ധ ഖുർആൻ പ്രാവർത്തികമാക്കി ജീവിക്കുന്നതിലൂടെ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. 6000-ൽ പരം ആയത്തുകളിൽ ഏതാണ്ട് 200ഓളം ആയത്തുകൾ നിയമ നടപടികളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണെങ്കിൽ അതിന് പുറമെയുള്ള സകലമാന ആയത്തുകളും മനുഷ്യന്റെ ഹൃദയത്തെ ബന്ധിക്കുന്നതും മനുഷ്യ ഹൃദയത്തോട് സംസാരിക്കുന്നതുമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വിശുദ്ധ ഖുർആനിലെ 10-ാം അധ്യായം സൂറത്ത് യൂനുസിലെ 57-ാം സൂക്തം പരിശോധിച്ചാൽ നമുക്ക് ഏറെ മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹു അവിടെ പറയുന്നത്, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഖദ് ജാഅത്കും മൗഇദ, നിങ്ങൾക്കിതാ മൗഇദ വന്നിരിക്കുന്നു, മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്ന്. നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിൽ നിന്ന് സാരോപദേശങ്ങൾ ലഭിച്ചിരിക്കുന്നു. വശിഫാഉൽ ലിമാ ഫിസ്സുദൂർ, ഹൃദയങ്ങളിലുള്ള രോഗങ്ങൾക്ക്, ഹൃദയങ്ങളിലുള്ള എല്ലാറ്റിനും ശമനമായി, ശിഫയായി ഇതാ വിശുദ്ധ ഖുർആൻ. വഹുദൻ, നേർമാർഗദർശനമായി. വറഹ്മ, അതേപോലെ തന്നെ കാരുണ്യമായി. ഇങ്ങനെ വിശുദ്ധ ഖുർആനിനെ പരിചയപ്പെടുത്തുന്നു. 4 കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്: മൗഇളത്ത്, ശിഫാ, ഹുദ, റഹ്മ. മൗഇളത്ത് അഥവാ ഉപദേശങ്ങൾ. ഈ സാരോപദേശങ്ങൾ സ്വീകരിക്കുന്നതിലൂടെ, അംഗീകരിക്കുന്നതിലൂടെ, പ്രാവർത്തികമാക്കുന്നതിലൂടെ എല്ലാവിധ പ്രയാസങ്ങളും, ശാരീരിക, മാനസിക മുഴുവൻ പ്രയാസങ്ങളെയും പരിഹരിക്കാൻ, അതല്ലെങ്കിൽ അവയ്ക്കെല്ലാം ശമനം ലഭിക്കുന്നു എന്ന് മൗഇള. റാസി വിശദീകരിക്കുന്നു, ഇമാം റാസി വിശദീകരിക്കുന്നത് ഈ സൂക്തവുമായി ബന്ധപ്പെട്ട്, ഒരു ഡോക്ടർ ഒരു വൈദ്യന്റെ അടുത്ത് ചെന്ന് അദ്ദേഹം നൽകുന്ന നിർദ്ദേശങ്ങൾ, പഥ്യം, അത് സ്വീകരിക്കുന്നതിലൂടെ രോഗശമനം ലഭിക്കുന്നു. രോഗശമനം ലഭിച്ചാൽ സമാധാനപരമായി മുന്നോട്ട് പോകാം. അത് വല്ലാത്തൊരു സുഖം തന്നെയാണ്. അതുപോലെ വിശുദ്ധ ഖുർആനിൽ ഒരു മനുഷ്യന്റെ എ ടു സെഡ് അയാൾ പാലിക്കേണ്ട മുഴുവൻ നിയമനിർദ്ദേശങ്ങളും മുഴുവനും ഉപദേശങ്ങളായി നൽകുന്നു, മൗഇളത്തായി. ആ ഉപദേശങ്ങൾ ഓരോന്നും പാലിതമാകുന്നതിലൂടെ അയാളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ കഴിയുന്നു. ആ വ്യക്തിക്ക്, ആ സമൂഹത്തിന് വളരെ സന്തോഷകരമായ അഥവാ ശമനം. അങ്ങനെ ശമനം ലഭിച്ചാൽ അതുതന്നെയാണ് നേർമാർഗം എന്നത്. ആ നേർമാർഗമാകുന്നതോടുകൂടെ വിശുദ്ധ ഖുർആൻ റഹ്മത്തായി തീർന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും. സഹോദരങ്ങളെ, സഹോദരികളെ, ഇഹപര ജീവിതം പ്രഭാപൂരിതമാകാൻ
ഒരേ സമയം ഒരു വ്യക്തി, നല്ല ഒരു മകൻ, നല്ല ഒരു മകൾ, നല്ല ഒരു ജ്യേഷ്ഠൻ, ജ്യേഷ്ഠത്തി, അനിയൻ, അനിയത്തി, നല്ല ഒരു ഭാര്യ, നല്ല ഒരു ഭർത്താവ്, നല്ല ഒരു ഉമ്മ, നല്ല ഒരു അമ്മായിയുമ്മ, നല്ല ഒരു നാത്തൂൻ, നല്ല ഒരു അയൽക്കാരി, അയൽക്കാരൻ, നല്ല ഒരു അധ്യാപിക, അധ്യാപകൻ, നല്ല ഒരു സഹപ്രവർത്തകൻ, നല്ല ഒരു ഭരണാധികാരി, ഭരണീയൻ, ഇങ്ങനെ എല്ലാ മേഖലയിലും ഒരേ സമയം ഓരോ വ്യക്തിയും ആയിത്തീരേണ്ടതുണ്ടെന്ന കൃത്യമായ സാരോപദേശങ്ങൾ വിശുദ്ധ ഖുർആനിൽ ഉടനീളം നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയാകുമ്പോ ഈ മൗഇദത്ത് സ്വീകരിക്കുമ്പോ തീർച്ചയായും ഖുർആൻ വിശദീകരിക്കുന്നു, നിങ്ങൾ ജീവസ്സുറ്റ സമൂഹമായി മാറും, നിങ്ങൾക്ക് സമാധാനമുണ്ടാകും, നിങ്ങളുടെ ജീവിതത്തിലെ വെളിച്ചം അതാണ്. ഖുർആൻ 8-ാം അധ്യായം സൂറത്ത് അൻഫാലിലെ 24-ാം സൂക്തത്തിന്റെ ആദ്യ ഭാഗം ശ്രദ്ധേയമാണ്. യാ അയ്യുഹല്ലദീന ആമനു സ്തജീബൂ ലില്ലാഹി വലിർറസൂലി ഇദാ ദഅാകും ലിമാ യുഹ്യീകും. സത്യവിശ്വാസികളെ, നിങ്ങളെ അല്ലാഹുവും അവന്റെ പ്രവാചകൻ മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും ക്ഷണിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ നൽകുന്ന, ജീവസ് ലഭിക്കുന്ന ആശയങ്ങളിലേക്കാണ്. അതുകൊണ്ട് ഖുർആനിലെ ആശയാദർശങ്ങളെ, ഖുർആനിലെ നിയമനിർദ്ദേശങ്ങളെ, സാരോപദേശങ്ങളെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ മേഖലയിലും നിങ്ങൾ പാലിക്കുവാൻ ശ്രമിക്കണം. അതോടുകൂടെ അത് നിങ്ങളുടെ വെളിച്ചമായി, അതോടുകൂടെ നിങ്ങൾക്കും നിങ്ങളുടെ പരിസരത്തും പ്രകാശം പ്രസരിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്ന് വിശദീകരിക്കുകയാണ്. നമുക്ക് അല്പം ചില ഉപദേശങ്ങളെ പരിചയപ്പെടാം. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പടച്ച തമ്പുരാൻ വളരെ ഗൗരവമായി സൂചിപ്പിക്കുന്ന, നൽകുന്ന ഒരു ഉപദേശമാണ് തന്റെ നാവിനെ സൂക്ഷിക്കുക, സത്യം മാത്രം പറയുക, നേരായത് മാത്രം, ശരിയായത് മാത്രം പറയുക. ആരെങ്കിലും വലിച്ചെറിയുന്ന അവശിഷ്ടങ്ങളെ പിടിച്ചു തൂങ്ങിയിട്ട് അതുമായി ബന്ധപ്പെട്ട് പ്രമാണമില്ലാതെ, ന്യായമില്ലാതെ, തെളിവില്ലാതെ, യാതൊരു വിധത്തിലും അതിനെക്കുറിച്ചൊന്നും അറിയാതെ എന്തെങ്കിലും പറഞ്ഞു നടക്കാൻ പാടില്ല. അത് സംഘടനാ പ്രവർത്തനത്തിന്റെ പേരിലാകട്ടെ, കുടുംബവുമായി ബന്ധപ്പെട്ട പേരിലാകട്ടെ, സ്ഥാപനങ്ങളിലാവട്ടെ, അയൽപ്പക്കങ്ങളുമായി ബന്ധപ്പെട്ടാകട്ടെ, വ്യക്തിതലങ്ങളിലാവട്ടെ, എവിടെയും നേരായത് മാത്രം പറയണം. എങ്കിൽ അത് നിങ്ങളുടെ പ്രവർത്തനങ്ങളെ നല്ലതാക്കി തീർക്കും എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് അഹ്സാബ് 33-ാം അധ്യായം 70-71 സൂക്തങ്ങളിലൂടെ ഓർമ്മപ്പെടുത്തുന്നു. ശ്രദ്ധിക്കുക, അള്ളാഹു ഇങ്ങനെയാണ് വിശദീകരിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, അള്ളാഹുവിനെ സൂക്ഷിക്കണം. തുടർന്ന് ഇതോട് സൂചിപ്പിക്കുന്നത് വഖൂലൂ ഖൗലൻ സദീദാ. നിങ്ങൾ നേരായത് മാത്രമേ പറയാൻ പാടുള്ളൂ. വഖൂലൂ ഖൗലൻ സദീദാ. നേരായ, സത്യമായ, ഋജുവായ, വളവില്ലാത്ത വർത്തമാനം. കുത്തിപ്പറയരുത്, ആക്ഷേപിക്കരുത്, ആരോപണങ്ങൾ അരുത്, നേരായ വർത്തമാനം മാത്രം പറയുക. ആലോചിച്ച് നോക്കുങ്ങൾ, എന്റെയും നിങ്ങളുടെയും വർത്തമാനങ്ങളെ കുറിച്ച്, ഞാനും നിങ്ങളും ഇന്നും ഇന്നലെയും പറഞ്ഞ വാക്കുകളെ കുറിച്ച്, പ്രയോഗങ്ങളെ കുറിച്ച് ആലോചിക്കണം. ഖുർആൻ പറഞ്ഞു ഖൂലൂ ഖൗലൻ സദീദാ. എന്തേ കാര്യം? ശരിയായ കാര്യം മാത്രം പറയുന്നവർ, ആ വർത്തമാനങ്ങൾ അവനെ നന്മ പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കും. അത് തുടർന്ന് പറഞ്ഞു യുസ്ലിഹ് ലക്കും ആമാലക്കും. അത് നിങ്ങളുടെ പ്രവർത്തനങ്ങളെ നല്ലതാക്കി തീർക്കും. അങ്ങനെ നേര് മാത്രം പറയുന്നതിലൂടെ പ്രവർത്തനങ്ങളെല്ലാം സംസ്കരിക്കപ്പെട്ടാൽ അടുത്തത് എന്താണെന്നറിയോ? നേട്ടം. വയഗ്ഫിർ ലക്കും ദുനൂബക്കും. നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ വന്നുപോകുന്ന പാകപ്പിഴകളെല്ലാം അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി പൊറുത്തു തരികയും ചെയ്യും. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഈ ഉപദേശത്തെ നിങ്ങൾ സ്വീകരിക്കുക, അള്ളാഹുവിനെ അനുസരിക്കുക, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ അധ്യാപനത്തെ സ്വീകരിക്കുക. അങ്ങനെ വമൻ യുതിഇല്ലാഹ വറസൂലഹു
അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയും അനുസരിച്ചവരാരോ ഫഖദ് ഫാസ ഫൗസൻ അളീമാ, അവർ ഉന്നതമായ വിജയം നേടിയവരാകുന്നു എന്ന്. സഹോദരങ്ങളെ, ഏറ്റവും വലിയ അപകടം, നമ്മോട് മുസ്ലിം കവി വിശദീകരിച്ച ഒരു കാര്യമുണ്ട്. നാവിനെ സൂക്ഷിക്കണം. ഇഹ്ഫൽ ലിസാനക അയ്യുഹൽ ഇൻസാനു ലാ യുൽദിഅന്നക ഇന്നഹു സുബാനു. മനുഷ്യ, നീ നിന്റെ നാവിനെ സൂക്ഷിക്കണേ, അതു ആരെയും കുത്തി നോവിക്കാതിരിക്കട്ടെ, അത് വല്ലാത്ത ഒരു സർപ്പം തന്നെയാകട്ടോ. സംഘടനാ പ്രവർത്തകരിലൊക്കെ ഏറെ ശ്രദ്ധയുണ്ടാകേണ്ട ഒന്ന്, നമ്മുടെ ഒരു വാക്കുകൊണ്ട് അകന്നു നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പലപ്പോഴും നമ്മുടെ ഒരു വാക്കുകൊണ്ട് ഇങ്ങോട്ട് അടുത്ത് വന്നവരെ കുറിച്ച് നമുക്കറിയാമല്ലോ. അതുകൊണ്ട് സത്യം മാത്രം പറയണം, ശരിയായത് മാത്രം പറയണം. പലപ്പോഴും ജീവിതത്തിൽ കളവ് പറയുന്നു നമ്മളിൽ പലരും. സ്വന്തത്തെക്കുറിച്ച് ചോദിക്കണം, ഞാൻ കളവ് പറയാറുണ്ടോ? നിസ്സാരമായ വിഷയങ്ങൾ പ്രവാചകൻ ഖുർആനിലൂടെ പഠിപ്പിച്ചു. ഖുർആനിന്റെ അധ്യാപനങ്ങളോട് ചേർത്ത് വെച്ച് പ്രവാചകൻ നമ്മെ ബോധ്യപ്പെടുത്തി. ഖുലിൽ ഹഖ്ഖ, സത്യം മാത്രമേ പറയാവൂ. വലൗ കാന മുറൻ, അതൽപ്പം കൈപ്പുളവാക്കിയാലും. വലൗ അലൈക, നിനക്കെതിരായി വിധി വരുമെന്ന് നിനക്ക് ബോധ്യമുണ്ടെങ്കിലും സത്യം മാത്രമേ പറയാവൂ. നാം പലപ്പോഴും എത്രയേറെ കളവുകൾ പറഞ്ഞു കൂട്ടുന്നു. ആലോചിച്ചു നോക്കൂ നിങ്ങൾ. മദ്രസയുണ്ട്, വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങൾ നടക്കുന്നു, ലേണിംഗ് സ്കൂളുകളുണ്ട്. പക്ഷേ നമ്മളും നമ്മുടെ മക്കളും പലപ്പോഴും കളവുകൾ പറയുന്നു. സഹാബത്തും പ്രവാചകനും ഇങ്ങനെ ഒരു മദ്രസാ പഠനമോ സിസ്റ്റമാറ്റിക്കായ രീതികളോ ഒന്നുമില്ല. പക്ഷേ അവർ പരമാവധി നിസ്സാരമായ കാര്യങ്ങളെപ്പോലും വലിയ തെറ്റാകുമോ എന്ന് ഗണിച്ച് അതിൽ നിന്ന് മാറി നിൽക്കാറുണ്ടായിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധതയെക്കുറിച്ചുള്ള പാട്ടുകൾ മുമ്പ് നമ്മൾ കേൾക്കാറുണ്ടായിരുന്നു. ഇന്നൊരു പാട്ട് പാടാൻ പറഞ്ഞാൽ നമ്മൾ മക്കൾ പാടുന്ന പാട്ട് ഏതായിരിക്കുമെന്ന്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പാട്ടുകൾ അറിയോ എന്ന് ചോദിച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കും. ഹൃദയസ്പൃക്കായ ഗാനങ്ങൾ. ഓമന മുഹമ്മദീനെ ഓത്തിനായ ചില്ല, ഓമനിക്കാൻ ബാപ്പ വേണം, ബാപ്പ ജീവിച്ചില്ല. എത്ര ആൾക്കത് മനപ്പാടറിയാം, പാട്ടറിയാം. എന്നിട്ട് ആ ഉമ്മയുടെ വിഷമം, ആമിന ബീവിന്റെ കൽബിൽ നൊമ്പരം പേരൂത്ത്, ആറ്റലായ മോനയോർത്ത് വേദന കൂരൂത്ത്. പാട്ടുപാടാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അതിന്റെ അടുത്ത വരികളിലെ ആശയം ഒന്ന് ഓർത്തു നോക്കണം. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച അത് വെളിച്ചമായി സ്വീകരിച്ച് അങ്ങനെ അതിനെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞ് സമാധാനം കൈവരിച്ച പ്രവാചകനെ സംബന്ധിച്ച് അടുത്ത വരികൾ, ഓത്തുപള്ളിയിലോതിയില്ല എങ്കിലുമാ ബാലൻ, ഓർത്തിടാതെ പോലുമൊറ്റ കള്ളമോതിയില്ല. എന്താണ് ആശയം? ഓത്തുപള്ളിയിലോതിയില്ല എങ്കിലുമാ ബാലൻ, ഓർത്തിടാതെ പോലുമൊറ്റ കള്ളമോതിയില്ല. നേര് മാത്രം ചൊന്നതാലെ സത്യവാനാ ബാലൻ, നേടി അൽ ആമീനതെന്ന ഖ്യാതി സത്യശീലൻ. എന്താണ് അങ്ങനെ സത്യം മാത്രം പറയാൻ? പലപ്പോഴും ഞാൻ ആ വിഷയത്തിലേക്ക് കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, 20 മിനിറ്റൂടെ ഉള്ളത്. പലപ്പോഴും നമ്മുടെ മദ്രസകളിൽ നിന്ന് കളവ് പറയാൻ ഒരു ഉസ്താദും പറഞ്ഞിട്ടില്ല, ഒരു പുസ്തകത്തിലും ഒരു വരിയിലും കാണാൻ സാധ്യമല്ല. പക്ഷേ കുട്ടി കളവ് പറയുന്നു. കാരണം എന്ത്? കുടുംബവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചിലപ്പോ അടുത്ത സംസാരമുണ്ടാകാം. വീട്ടിലേക്ക് വരുന്ന മകനോട് ഉപ്പ പറയുന്നു, മോനെ മൊയ്തീൻ കാക്ക വരുന്നുണ്ട്, ഉപ്പ ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് പറയണം. കളവ് പറയുന്നതോടൊപ്പം കുട്ടിയെ അതിന് പ്രേരിപ്പിക്കുകയും അതിന് പരിശീലനം നൽകുകയും ചെയ്തുകൊണ്ടിരിക്കും. ആലോചിക്കുക, നമ്മൾ തീർച്ചയായും വിശുദ്ധ ഖുർആൻ അത് വഴിയും വെളിച്ചവും ആകുന്നത് എപ്പോഴാണ് എന്ന ഒരു ചിന്ത.
അതിന്റെ ആ ഒരു അവതരണ രീതിശാസ്ത്രമാണ്. ഖുർആൻ മനുഷ്യനെ നന്മ മാത്രം പറയണം, തിന്മയും കളവും ഉണ്ടാകരുത് എന്ന് പഠിപ്പിക്കുമ്പോ ഓർമ്മപ്പെടുത്തുന്ന ഒരു വചനമുണ്ട്. ആ വചനം ഹൃദയത്തിൽ സ്പർശിക്കുമ്പോ ഇനി മുതൽ നമുക്ക് കളവ് പറയാൻ സാധ്യമല്ല. നോക്കൂ, ഖുർആൻ എങ്ങനെ വഴിയും വെളിച്ചവുമാകുന്നു എന്ന ഒരു ചിന്ത നമുക്ക് മറുപടി ലഭിക്കുന്നത് ഖുർആനിന്റെ പ്രയോഗം തന്നെയാണ്. ഖുർആൻ തൊട്ടുണർത്തുന്നത് അതിന്റെ പ്രയാസങ്ങളെ കൃത്യമായി അള്ളാഹുവിനെ കുറിച്ചുള്ള ജ്ഞാനം ഹൃദയത്തിലേക്ക് ഇട്ടുതരികയാണ്. വിശുദ്ധ ഖുർആൻ 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാനിലെ 16-ാം സൂക്തം ലുഖ്മാനുൽ ഹക്കീം മകനെ പഠിപ്പിക്കുന്ന ഒരു ഭാഗത്ത് കാണാം. യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബതിൻ മിൻ ഖർദൽ, മോനെ നീ പറയുന്ന നീ ചെയ്യുന്ന കാര്യം എത്ര നിസ്സാരമാണെങ്കിലും ഇനി ആ കാര്യം ഫതകുൻ ഫീ സഖറതിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർദ്, അത് നീ ആരോരും അറിയാതെ ഏതോ ഒരു പാറമടക്കിൽ വെച്ച് പാറയ്ക്കപ്പുറത്ത് ഒളിഞ്ഞിരുന്ന് ചെയ്തതോ പറഞ്ഞതോ ആയിരുന്നാലും, ഔ ഫിസ് സമാവാത്, വാനലോകത്ത് നിന്റെ ഒറ്റയ്ക്കുള്ള നീയും അവനും നീയും അവളും മാത്രമായുള്ള യാത്രയിലായിരുന്നാലും ശരി, ഔ ഫിൽ അർദ്, ഭൂമിയിലെ ഏതോ ഒളിക്കോണുകളിൽ നിന്നോ റിസോർട്ടുകളുടെ മറവുകളിൽ നിന്നോ ആരോരും അറിയാതെ വിദേശ സ്ഥലങ്ങളിൽ നിന്നോ നിന്നെ പരിചയമില്ലാത്ത ആളുകൾക്കിടയിൽ നിന്നോ ആയിരുന്നാലും ശരി, മോനെ യഅതി ബിഹല്ലാഹ്, അല്ലാഹു അത് കാണും മകനെ. ഈ ഒരു ബോധം ആലോചിച്ച് നോക്കൂ. പാലിൽ വെള്ളം ചേർക്കാൻ പറഞ്ഞപ്പോ ഉമ്മ എന്നെയും നിങ്ങളെയും ഉമറിനെയും കാണുന്ന അള്ളാഹു ഉണ്ടല്ലോ എന്ന് പഠിപ്പിച്ച ആ ഒരു സംഭവം, കഥ പഴഞ്ചനായിരിക്കാം, പക്ഷേ അതിലെ ആശയം ഇന്നും നിഴലിച്ചു നിൽക്കേണ്ടതാണ്. അങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് വഴിയും വെളിച്ചവുമായി തീരേണ്ടത്. അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം, ഞാൻ അവനെ കാണുന്നില്ലെങ്കിലും അവൻ എന്നെ കാണുന്നുണ്ട് എന്ന ബോധമുണ്ടായിരിക്കണം. സഹോദരങ്ങളെ, സഹോദരികളെ, ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ, അള്ളാഹു വളരെ സൂക്ഷ്മമായി കാര്യങ്ങളെ കാണുന്നവൻ, നിരീക്ഷിക്കുന്നവൻ. സഹോദരങ്ങളെ, സഹോദരികളെ, അങ്ങനെ കളവില്ലാത്ത, സത്യം മാത്രം പറയുന്ന നേരായ ഒരു രീതി സ്വീകരിക്കുക. അത് സ്വീകരിക്കുന്നതോടുകൂടെ എന്തെല്ലാം പ്രശ്നങ്ങൾ, ഒരുപാട് വഴക്കുകൾ, ഒരുപാട് പ്രയാസങ്ങളെ തള്ളിക്കളയാൻ, നീക്കം ചെയ്യാൻ സാധിക്കുന്നു. അതുകൊണ്ട് ഖുർആൻ നേരത്തെ സൂചിപ്പിച്ച ലിമാ യുഹ്യീക്കും, നിങ്ങൾക്ക് ജീവൻ നൽകുന്നതാണ്. ഇനി മറ്റൊരു പ്രശ്നം മനുഷ്യന്റെ മുമ്പിലുള്ളത്, സഹിക്കാൻ കഴിയുന്നില്ല, ക്ഷമിക്കാൻ കഴിയുന്നില്ല, അക്ഷമരാവുകയാണ്, എപ്പോഴും ക്രോധമാണ്, കോപമാണ്, പകയും കുടിപ്പകയുമാണ്, ക്ഷമിക്കാൻ കഴിയുന്നില്ല. അവന്റെ മുമ്പിൽ പടച്ചതമ്പുരാൻ പറയുന്നു, ക്ഷമ രണ്ട് രീതിയിലാണല്ലോ ഉണ്ടാകേണ്ടത്, രണ്ട് ഘട്ടങ്ങളാണ് അതിനുള്ളത്. ഒന്ന് പരീക്ഷണ ഘട്ടത്തെ ക്ഷമ, രണ്ട് അല്ലാത്ത ദേഷ്യം വരുമ്പോഴുള്ള ക്ഷമ. ഈ രണ്ടു വിധത്തിലും ക്ഷമിക്കേണ്ടി വരും. പരീക്ഷണങ്ങൾ, രോഗങ്ങളാകട്ടെ മറ്റേതെങ്കിലും കാരണങ്ങളാകട്ടെ, ഇങ്ങനെയുണ്ടാകുന്ന സമയത്ത് ക്ഷമിക്കാൻ കഴിയുക. മറ്റൊന്ന് ഈ വിധത്തിലുള്ള ദേഷ്യം വരുമ്പോഴുള്ള ക്ഷമ. എവിടെയായിരുന്നാലും ക്ഷമ കൈകൊള്ളാൻ സാധിക്കണം. അത് അല്പം ശ്രമകരമായത് തന്നെയാണ്. ജീവിതത്തിലെ പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, നീറുന്ന വേദനകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർ പലപ്പോഴും ആരും ഇത് കാണാനില്ലെന്ന് പറഞ്ഞ് പ്രയാസങ്ങൾ നിരത്താറുണ്ട്. അവരുടെ മുമ്പിൽ അവർക്ക് വെളിച്ചമാകുന്നു ഖുർആൻ എന്നത്. നോക്കൂ നിങ്ങൾ, ഖുർആനിന്റെ പ്രയോഗം 50-ാം അധ്യായം സൂറത്തു ഖാഫിലെ 16-ാമത്തെ സൂക്തം പരിശോധിച്ചു നോക്കൂ. അള്ളാനെ പരിചയപ്പെടുത്തുക. അതോടുകൂടെ ഇനി ഒരു പെണ്ണും ഒരാണും ഒരു പുതിയ പെണ്ണും ഒരാളും തന്നെ ഒരിക്കലും ആരുടെയും പ്രയാസങ്ങളെ മുമ്പിൽ വെച്ച് എൻ്റെ വിഷമം ആരും കാണുന്നില്ല എന്ന് പറയില്ല. അള്ളാഹു അവിടെ സൂചിപ്പിച്ചു, ഖാഫ് 16, വലഖദ് ഖലഖ്നൽ ഇൻസാൻ, തീർച്ചയായും നാമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു, അവന്റെ മനസ്സ് മന്ത്രിക്കുന്നതെല്ലാം നാം അറിയും.
വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. അവന്റെ ജീവനാഡിയേക്കാൾ അവനോട് അടുത്തവനാ ഞാൻ. നോക്കൂ നിങ്ങൾ, ഇങ്ങനെ ഒരു പടച്ചോനെ ഖുർആനിലൂടെ അങ്ങ് പരിചയപ്പെട്ടാൽ പിന്നെ ജീവിതത്തിൽ എന്ത് പ്രയാസം കൂട്ടരെ. ചരിത്രത്തിൽ ഒരുപാട് കാണാം. ഉർവത്ത് ഇബ്നു സുബൈറിന്റെ ചരിത്രം നിസ്തുലമായ ചരിത്രമാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ തന്റെ കാലിന് വ്രണം ബാധിച്ച് രോഗശയ്യയിൽ കിടന്ന് ഡോക്ടറെ സമീപിച്ചു. ഡോക്ടർ കാല് മുറിച്ചു മാറ്റണം, നീക്കം ചെയ്യണം എന്ന് പറഞ്ഞപ്പോ അതിന് സമയമായി. കാല് മുറിച്ചു മാറ്റേണ്ട നിമിഷമെത്തി. അതിനൊരുങ്ങി നിൽക്കുമ്പോ, അതിന് കട്ടിലിൽ കിടക്കുമ്പോ ഡോക്ടർ അനസ്തേഷ്യയുമായി വരികയാണ്, അഥവാ മയക്കാൻ വേണ്ടി വരികയാണ്. തന്റെ കയ്യിലെ ഇത് കണ്ടപ്പോൾ, ഡോക്ടറുടെ കയ്യിൽ കണ്ടപ്പോ ഇദ്ദേഹം ചോദിച്ചു, എന്താണ് ഡോക്ടറെ അത്? ഡോക്ടർ പറഞ്ഞു, താങ്കളുടെ വേദന അസഹ്യമായിരിക്കും, അതറിയാതിരിക്കാനുള്ള മരുന്നാണ് എന്ന് പറഞ്ഞപ്പോ ഇദ്ദേഹം പറഞ്ഞു എന്ന് ചരിത്രം. ഇല്ല, എൻ്റെ മനസ്സിൽ അള്ളാഹുവുണ്ട്, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ നഷ്ടപ്പെടുത്താൻ ഞാൻ സമ്മതിക്കുകയില്ല. ചരിത്രം പറയുന്നു തൻ്റെ കാൽ അങ്ങനെ തന്നെ മുറിച്ചു നീക്കപ്പെട്ടു എന്ന്. എത്രമാത്രം വലിയ ഒരു പരീക്ഷണം! തൻ്റെ അവയവം ഒന്ന് നീക്കം ചെയ്യപ്പെടുകയാണ്. അന്ന് രാത്രിയിൽ അദ്ദേഹത്തിന് അവിടേക്ക് വരുന്ന, അഡ്മിറ്റായ സ്ഥലത്തേക്ക് വരുന്ന രണ്ടാമത്തെ ഒരു മെസ്സേജ് ഉണ്ട്, താങ്കളുടെ മക്കളിൽ ഒരു മകൻ ആക്സിഡന്റായി മരിച്ചിരിക്കുന്നു, വാഹനപ്പുറത്തു നിന്ന് തെറിച്ചു വീണ് മരിച്ചു പോയിരിക്കുന്നു എന്ന്. ഇവിടെ അദ്ദേഹത്തിന്റെ പ്രഖ്യാപനമുണ്ട്. എന്താണ് പടച്ചോൻ ഇങ്ങനെ മനുഷ്യനെ പ്രയാസപ്പെടുത്തുന്നത് എന്ന് വേവലാതിയും പരിവട്ടവും പറയാതെ അദ്ദേഹം പ്രഖ്യാപിച്ചത്, അല്ലാഹു പടച്ച തമ്പുരാനെ, എനിക്ക് നീ ഒരുപാട് നൽകി, അതിൽ ഒരു മകനെ, ഒരു കാല്, ഇങ്ങനെയൊക്കെയല്ലേ എടുത്തുള്ളൂ എന്ന ആശയം അള്ളാഹുവിന്റെ മുമ്പിൽ അദ്ദേഹം സമാധാനത്തോടുകൂടെ പറയണം. ഹൻസ എന്ന സഹാബ വനിത, അവർ ഇസ്ലാം ആശ്ലേഷിക്കുന്നതിന് മുമ്പത്തെ ചരിത്രം നമുക്കറിയാം. അവരുടെ ഇളയ സഹോദരൻ സഖർ മരണപ്പെട്ടുപോയി. പ്രായമാകുന്നതിന് മുമ്പ്, അഥവാ മരണത്തിന്റെ സമയത്ത് തന്നെ മരിച്ചു. പക്ഷേ അതിന് പേര് അകാല ചരമം എന്നാണല്ലോ, സാഹിത്യത്തിൽ അങ്ങനെയാണല്ലോ, അകാല ചരമം അങ്ങനെ പറയാം. അങ്ങനെ മരിച്ചുപോയി. അവർക്ക് അസഹ്യമായ മനോവേദനയുണ്ടായി. അവർ എഴുതാനിരുന്നു, കവിതകൾ എഴുതി, കവിതാ സമാഹാരമായി. ആ കവിതാ സമാഹാരത്തെ വെല്ലാനുള്ള കവിതകൾ അറബി കവയിത്രികളിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ലെന്ന് ഒരർത്ഥത്തിൽ പറയാം. അത്രത്തോളം വലിയ സമാഹാരം എഴുതാൻ മാത്രം അതിന് ഭൂമികയായി തീർന്നത് അനിയന്റെ മരണമായിരുന്നു. പക്ഷേ അവർ പ്രവാചകാധ്യാപനത്തിലൂടെ വിശുദ്ധ ഖുർആനിന്റെ പ്രകാശം, വെളിച്ചം തന്റെ വഴികളിൽ ആകെ വീശിയപ്പോ, പടർന്ന് പന്തലിച്ചപ്പോ, അവർക്കതിന് ശേഷമുണ്ടായ 4 ആൺകുട്ടികൾ, വലിപ്പം പോന്ന 4 ആൺകുട്ടികൾ, ആ സമയത്ത് ഇസ്ലാമിന്റെ നിലനിൽപ്പിന് വേണ്ടി, അന്നുണ്ടായിരുന്ന യുദ്ധത്തിന് വേണ്ടി, പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങണം എന്ന് മക്കളെ പറഞ്ഞയച്ച് ആ മക്കളോട്, ഉമ്മാന്റെ മക്കളെ, നിങ്ങളെ മാത്രമേ മുഹമ്മദിന് കിട്ടിയുള്ളൂ എന്ന് ചോദിക്കാതെ നിങ്ങൾ പ്രവാചകന്റെ കൂടെ ഇറങ്ങി പുറപ്പെടണം. ശത്രുക്കളെ ഭയന്നുകൊണ്ട് നമ്മുടെ സമൂഹം, സൈന്യം പിരിഞ്ഞോടിയാലും ഉമ്മാന്റെ കുട്ടികൾ ശത്രു സൈന്യത്തിന്റെ നില ഭേദിച്ച് തലവന്റെ അടുത്ത് ചെന്ന് കാര്യം പറഞ്ഞ് തിരിച്ചു പോകാവൂ, മരണപ്പെടേണ്ടി വന്നാലും എന്ന് പറയുകയും ബോധ്യപ്പെടുത്തുകയും ആ 4 ആൺകുട്ടികളുടെ രക്തസാക്ഷിത്വം വഹിച്ച ശരീരം ലഭിക്കുകയും ചെയ്തപ്പോ അവർ പ്രഖ്യാപിച്ച ഒന്നുണ്ട്, അൽഹംദുലില്ലാഹില്ലദീ ശറഫനി. എന്റെ 4 ആൺകുട്ടികളുടെ രക്തസാക്ഷിത്വത്തിലൂടെ എന്നെ ധന്യയാക്കിയ അല്ലാഹുവിന് സർവസ്തുതിയും എന്ന് പ്രഖ്യാപിക്കുകയാണ്. അവിടെയും ചോദിച്ചത് നിന്റെ റസൂലിനെന്തോ പറ്റിയോ എന്നാണ്. അബൂദർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം വിജനമായ റബ്ദ പ്രദേശത്ത് താമസിക്കുന്നു. പരിസരത്തുള്ള അല്പം ചില ആളുകളാണ്, അവരെല്ലാം ഹജ്ജിന് പോയിരിക്കുന്നു. അദ്ദേഹത്തിന് ആ സമയം മരണവേദന വന്നു. മരണവേദനയിൽ കിടക്കുമ്പോ തന്റെ ഭാര്യക്ക് സങ്കടം വന്നു. അവർ കണ്ണുനീർ വാർത്തു. അപ്പോൾ മരണാസന്നനായി കിടക്കുന്ന ഭർത്താവ് ഭാര്യയോട്, ഇണയോട് പറഞ്ഞു, അരുത്, കരയരുത്. വീണ്ടും അവർ കരയാൻ തുടങ്ങി. കരയരുത്, പ്രവാചകൻ വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടില്ലേ, ക്ഷമിക്കുവാൻ അള്ളാഹുവിന്റെ സഹായമുണ്ടാകുമെന്ന്, നീ കരയരുത് മോളെ എന്ന് ഭാര്യയെ സമാധാനിപ്പിച്ചു. വീണ്ടും അവരുടെ കരച്ചിൽ വന്നു സമാധാനിപ്പിക്കുമ്പോ ആ സ്ത്രീ പറഞ്ഞത്,
ഇക്ക, നിങ്ങളുടെ വേർപാടിന്റെ വേദനയല്ല എന്നെ കരയിപ്പിക്കുന്നത്. താങ്കൾ മരിച്ചു പിരിയുമ്പോ താങ്കളെ ഒന്ന് ഭംഗിയായി പൊതിയാനുള്ള കഫൻ പുടവയില്ലല്ലോ എന്നോർത്ത് കരഞ്ഞുപോയതാ. ആ സമയത്തും അദ്ദേഹം സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, കരയാൻ പാടില്ലടോ, കരയാൻ പാടില്ല, അക്ഷമയാകല്ലേ, അള്ളാഹുവിന്റെ സഹായമുണ്ടാകും. അങ്ങനെയല്ലേ ഖുർആൻ പഠിപ്പിച്ചത്. ഇന്നല്ലാഹ മഅസ്സാബിരീൻ. നോക്കൂ നിങ്ങൾ, അവർ സമാധാനിച്ചു. അദ്ദേഹം മരണപ്പെട്ടു. അബ്ദുല്ലാഹിബ്നു മസ്ഊദിന്റെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘം തിരിച്ചു വരുന്നു. അവർ വീട്ടിലെ ഈ സംശയം അറിയുന്നു, ഈ സംഭവം അറിയുന്നു. അങ്ങോട്ട് കയറി ചെന്നു, വേണ്ടതെല്ലാം ചെയ്തു തീർത്തു എന്നാണ്. അള്ളാഹുവിന്റെ സഹായത്തെക്കുറിച്ച് എപ്പോഴും അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്. നോക്കൂ നിങ്ങൾ, രാവും പകലും, രാത്രിയിൽ ഉറങ്ങാൻ കിടന്നു, പ്രയാസപ്പെടണ്ട, നേരം വെളുക്കൂ ഇൻഷാ അല്ലാഹ്. ഇതുപോലെ തന്നെയാ, ജീവിതത്തിൽ പ്രയാസമുണ്ടോ, ഇൻഷാ അല്ലാഹ് അതിനൊരു സമാധാനം ഉണ്ടാകും. പക്ഷേ ക്ഷമിക്കണം ഏത് ഘട്ടത്തിലും. ഇനി ദേഷ്യം വരുന്ന സമയത്താകട്ടെ, അപ്പോഴും അങ്ങനെ തന്നെയാ. 10 വയസ്സ് വരെയുള്ള നമ്മളെ കുട്ടികൾക്ക് മാതാപിതാക്കളിൽ നിന്ന് കിട്ടുന്ന വർത്തമാനങ്ങൾ ഏത് വിധത്തിലുള്ളതായിരിക്കണം, ആയിരിക്കും എന്നതിനെ കുറിച്ചൊന്ന് ആലോചിക്കണേ. മിക്കവാറും അടുത്ത വിഷയത്തിൽ അത് ഉണ്ടാകും, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. മറ്റൊരു വശത്ത് അല്പം ചില കാര്യങ്ങൾ കൂടെ, 15 മിനിറ്റൂടെയാണുള്ളത് തോന്നുന്നു അല്ലേ, ആവട്ടെ. മനുഷ്യൻ അനുഭവിക്കുന്ന പ്രയാസം കുടുംബതലത്തിലാണ് മനുഷ്യൻ അനുഭവിക്കുന്ന മറ്റൊരു പ്രയാസം. ഞാൻ ഗഫൂർ ഖാന്റെ വിഷയത്തിലേക്ക് കയറുകയല്ല, അല്പം ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിസ്സാരമായ കാര്യത്തിന്റെ പേരിൽ വഴക്കും വക്കാണവും ത്വലാഖ് വരെയും. നന്മ കാണാൻ, നന്മ പെരുപ്പിക്കാൻ ഇണയും തുണയും പരിശ്രമിക്കുന്നില്ല. ഒരു ഫാനായിരുന്നു പോലും ത്വലാഖിന്റെ പ്രശ്നം കാരണക്കാരൻ. ഒരു ഫാൻ, കൗൺസിലിംഗ് സെന്ററിൽ നിന്നുള്ള ഒരു വിവരം. ഇവർ രണ്ടും തമ്മിൽ യാതൊരു വിധത്തിലും ചേർച്ച കിട്ടുന്നില്ല. പ്രശ്നങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ എണ്ണി നോക്കുമ്പോൾ അവസാനം മനസ്സിലായത്, ഒരാൾക്ക് ഓക്ക് ഫാന് പറ്റൂല, മൂപ്പർക്ക് ഫാന് നിർബന്ധ. എന്താ ചെയ്യുന്ന, ടൈമർ വെച്ചാ പോരെ, അതും ആലോചിച്ചില്ല, ഒന്നുമില്ല. അങ്ങനെ അങ്ങ് ഉറങ്ങിപ്പോയാൽ സാരില്ലായിരുന്നു. പക്ഷേ അതിൻ്റെ പേരിൽ പ്രശ്നമായി. പിന്നെ അൻ്റോടത്തെ എന്ന് പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടായി. ഖുർആൻ ഇരുവർക്കും ബാധ്യതകളും അവകാശങ്ങളുമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുകയും അവ പാലിക്കുമ്പോൾ പൂർണ്ണമായ സ്വാസ്ഥ്യവും സമാധാനപൂർണമായ ജീവിതവും, അതോടുകൂടെ മാത്രമേ ലിതസ്കുനു സുക്കൂൻ സമാധാനമുണ്ടാവുകയുള്ളൂ എന്നും വിശദീകരിക്കുമ്പോൾ സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു സൂക്തം സൂറത്തുൻ നിസാഇലെ വആശിറൂഹുന്ന ബിൽ മഅറൂഫ്, പുരുഷന്മാരോടാണ് ഈ പ്രയോഗം. വആശിറൂഹുന്ന ബിൽ മഅറൂഫ്, നിങ്ങൾ അവരോട് ഏറ്റവും നല്ല നിലക്ക് പെരുമാറണം. നമ്മൾ ഓരോടോ എന്ന് പറയും, അതാണ് അള്ളാഹു തുടർന്ന് അവിടെ തന്നെ പറഞ്ഞു, തൊട്ടുടനെ സൂചിപ്പിച്ചു, ഫഇൻ കരിഹ്തുമൂഹുൻ, ഓരങ്ങനെ തന്നെയാണ്. സ്വാഭാവികമായും ഓരോ പല കാര്യങ്ങളും കണ്ട വെറുപ്പ് വരും. ഖുർആനായി പറഞ്ഞത് ഫഇൻ കരിഹ്തുമൂഹുന്ന, നിങ്ങൾക്ക് ഓരോട് വെറുപ്പ് തോന്നിയാലും വേണ്ടിയില്ല, നിങ്ങൾ നല്ല നിലക്ക് പെരുമാറണം അവരോട്. എന്നിട്ടൊരു പൊതു തത്വം പഠിപ്പിച്ചു. ഫഅസാ അൻ തക്റഹു ശൈആ, നിങ്ങൾക്ക് വല്ല കാര്യത്തിലും വെറുപ്പുണ്ടെങ്കിൽ ഒരു കാര്യം ഓർക്കണം, വയജ്അലല്ലാഹു ഫീഹി ഖൈറൻ കസീറാ, അതിനകത്ത് അല്ലാഹ് വേറെ ഒരുപാട് ഗുണങ്ങൾ വെച്ചിട്ടുണ്ടാകൂലേ. അതുകൊണ്ട് നിങ്ങൾ നല്ല രീതിയിൽ, ഏറ്റവും നല്ല രീതിയിൽ മാത്രം അവരോട് പെരുമാറുക, ഏറ്റവും നല്ല രീതിയിൽ മാത്രം പെരുമാറുക. സ്ത്രീയെ കുറ്റപ്പെടുത്താൻ മാത്രം തുനിയുന്ന ചില ഭർത്താക്കന്മാരുണ്ട്. സ്ത്രീയെ കുറ്റപ്പെടുത്താൻ മാത്രം, അല്ലേ? അവരിലെ നന്മയെ കാണാൻ, അവരിലെ നല്ല വശങ്ങളെ കണ്ടെത്താനും അതിനെ വലുതായി കാണാനും പലപ്പോഴും കാണുന്നില്ല. മുൻകോപവും മുൻവിധിയോടുകൂടെയും അവരോട് പെരുമാറുന്നു.
ശകാരവാക്കുകളും അതിക്രമങ്ങളുമൊക്കെയാണ്. വിശുദ്ധ ഖുർആനിന്റെ ആ വിഷയത്തിലെ പ്രയോഗങ്ങളെക്കുറിച്ച് അഥവാ ആ മേഖലയിൽ ദാമ്പത്യം സുന്ദരമാക്കി തീർക്കാൻ സാധിക്കുന്നത് എങ്ങനെയെന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, അവിടെ ഖുർആൻ പ്രയോഗിച്ച ചില രീതി പ്രയോഗങ്ങൾ, ചില ശൈലികൾ കൃത്യമായും എന്താണ് ദമ്പതികൾ എന്നതിനെ കുറിച്ച് വരച്ചു കാണിക്കുന്ന ഭാഗം നാം മറന്നുപോയി. ഞാൻ അതുമായി ബന്ധപ്പെട്ട ഒരു കവിത, ഒരു പാട്ട് കൂടെ പറഞ്ഞു തരാം. അതിനകത്ത് ഞാൻ പുരുഷന്മാരെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രമല്ല, സ്ത്രീ എന്നത് എന്താണെന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. ആ ആശയങ്ങളുള്ള 1-2 വരികൾ ഹൃദ്യമായി തോന്നിയത് കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ. മഹത്തായുള്ള പദവിയൊന്ന് മഹിളക്കുണ്ട്, അതെന്താണെന്ന് അറിയാമല്ലോ, അതാണ് ഭാര്യ. അവളെന്നെന്നും മഹാസിറാജ. ആ പദം അടിവരയിടണം. അവൾ എന്നെന്നും ആ കുടുംബത്തിന്റെ, ആ വീടിന്റെ, ആ പ്രദേശത്തിന്റെ സിറാജാണെന്നാ പറഞ്ഞത്. അവളാണ് ആ കുടുംബത്തിന്റെ വിളക്കെന്ന്. അതുകൊണ്ട് അവളെ നിങ്ങൾ കുറ്റപ്പെടുത്താനൊന്നും നിൽക്കണ്ട. പുരുഷന്മാരോട്, എന്നോടും നിങ്ങളോടും പറയാം, അവളിൽ ഒരുപാട് ചില സന്ദർഭങ്ങളിൽ അങ്ങനെയൊക്കെ ഉണ്ടാകാം, സാരമില്ല. മഹാസിറാജാണവൾ, വെളിച്ചമാണവൾ എന്ന് പറയുന്നു. തൊട്ടുണെന്ന് പറയുന്നത് എന്താ? പുരുഷരൊത്ത് കഴിയും മുത്ത് പതിവ്രതകൾ അനർഘ സ്വത്ത്. അടിവരയിടണം, അനർഘ സ്വത്ത്. എന്നിട്ടോ സബൂറാക്കുന്നോൾ അവൾ സൗജത്ത്. ഖുർആൻ പ്രയോഗിച്ച പ്രയോഗം. സബൂറാക്കുന്നോൾ അവൾ സൗജത്ത്, സുഖം ത്യജിക്കും കുടുംബമോർത്ത്. എന്തെല്ലാം സുഖങ്ങൾ അവർ ത്യജിച്ചു കുടുംബമോർത്ത്. അവസാന വറ്റുവരെ തന്റെ മക്കൾക്കും ഭർത്താവിനും നൽകിയിട്ട് ഭക്ഷണം കഴിക്കുന്ന, എന്തെല്ലാം പ്രയാസങ്ങൾ കുടുംബത്തിനും ഭർത്താവിനും മക്കൾക്കും വേണ്ടി അവർ ത്യജിക്കുന്നു. എന്നിട്ട് അവരെ കുറിച്ച് പല ആളുകളും എന്തെല്ലാം പറയുന്നു നോക്കൂ നിങ്ങൾ. പകലന്തിയും പണിത്തീരക്ക് പകരമെന്നും ശകാരവാക്ക്. പകലന്തിയോളം പണിപ്പെട്ടിട്ട് രാത്രിയിൽ വീട്ടിലെ ഒരു കാര്യവും അറിയാതെ വന്നത് അന്ന് അന്വേഷിക്കുക പോലും ചെയ്യാതെ, മുറ്റത്തെന്തെങ്കിലും ഒന്ന് കണ്ടതിന്റെ പേരിൽ, കോലായിൽ എന്തെങ്കിലും ഒന്ന് കണ്ടതിന്റെ പേരിൽ, തുറന്നപ്പോൾ വെള്ളം കിട്ടാത്തതിന്റെ പേരിൽ, മുഖത്തെന്തോ ഒരു വിഷമം കണ്ടതിന്റെ പേരിൽ ശകാരവാക്കുകൾ അഴിച്ചുവിടുന്നവരെ ഖുർആനിനെ കുറിച്ച് പരിചയപ്പെടണം. മഹാവിഡ്ഢികൾ അവരെ തല്ലും, മഹാപാപികൾ അവരെ കൊല്ലും. അത് ബൈക്കോടിച്ചിട്ട് ഏതെങ്കിലും വെള്ളക്കുണ്ടിലേക്ക് അവരെ തെറിപ്പിച്ചിട്ടാകാം, അറിയാത്ത വിധത്തിൽ അതിവേഗമോടിച്ച് ഹമ്പിൽ നിന്ന് തെറിച്ചു വീഴ്ത്തിയിട്ടാകാം. ഇങ്ങനെ പലപ്പോഴും വിശുദ്ധ ഖുർആനിന്റെ പ്രയോഗം, വിശുദ്ധ ഖുർആനിന്റെ പ്രയോഗം നോക്കൂ നിങ്ങൾ. മലയാളത്തിലെ ഭാര്യ ഭർത്താവ് എന്ന പ്രയോഗത്തെ തുടച്ചു നീക്കി ഖുർആൻ ഉണർത്തിയത് സൗജ് എന്ന പദപ്രയോഗമാണ്. സഹോദരി സഹോദരങ്ങളെ, അന്റോടത്തെ ഇൻഡോടത്തെ എന്ന വർത്തമാനം ഇല്ല. ബഷീറിന്റെ ഒരു ചോദ്യമുണ്ട്, ഒന്നും എത്രയെന്ന്. അദ്ദേഹം പറഞ്ഞത് ഇമ്മിണി വലിയ ഒന്ന് എന്നാണ്. നാം തന്നെ അറിയാതെയാണെങ്കിലും പറയാറുണ്ട്, 2 കുടുംബത്തിലെ ഇതുവരെ പരിചയമില്ലാത്ത ഏതോ 2 പ്രദേശത്തെ 2 കുടുംബത്തിലെ 2 ആളുകൾ ഇന്ന് ഒന്നായി എന്ന്. അതാണർത്ഥം. അവിടെ ഒന്നും രണ്ടല്ല. ദാമ്പത്യത്തിൽ ഒന്നും വലിയ ഒന്നാണ്, കട്ടിയുള്ള ഒന്നാണ്. സവ്വജ എന്ന വാക്കിനെ കുറിച്ച് ഒരുപക്ഷെ നിങ്ങൾക്ക് എന്നെക്കാൾ അറിയാം.
കടിച്ച് ചവച്ചരച്ചത് എന്നാണ് സവജ സൗജ് എന്ന പദത്തിന്റെ അർത്ഥം. ഒരു ചോയിങ്കം അതല്ലെങ്കിൽ ഒരു നല്ല മിഠായി, അതിന്റെ ഏറ്റവും പുറത്ത് നല്ല എന്താ പറയാ ക്രീമാണ്, ചോക്ലേറ്റ് ആണ്, അതിനുള്ളിലുള്ളത് തേങ്ങാ ചണ്ടിയാണ്, അതിന്റെ ഉൾവശത്തുള്ളത് ഒരു പരിപ്പാണ്. ആ പരിപ്പ് കീറിയിട്ട് അതിനുള്ളിൽ കുത്തുന്ന ഒരു മധുരം കൂടെ ചേർത്തിരിക്കുന്നു. പല വർണ്ണത്തിലും പല ടേസ്റ്റിലുമുള്ള ഒരു മിഠായി വായിലിട്ട് കടിച്ച് ചവച്ചരച്ചിട്ട് കയ്യിലേക്ക് തുപ്പിയെടുത്തിട്ട് അതിൻ്റെ ആ ഓരോന്നിനെയും വേർതിരിച്ചെടുക്കാൻ സാധ്യമല്ലാത്ത വിധം അകവും പുറവുമില്ലാത്തതാണ് ഞാനും അവളും. അകവും പുറവുമില്ലാത്തതാണ് ഞാനും അവളും. ഉപാധിയില്ലാതെ സ്നേഹിക്കാൻ കഴിയണം, ഇഹ്സാനോടുകൂടെ പെരുമാറാൻ കഴിയണം. ഹുന്ന ലിബാസുൽ ലക്കും വ അൻതും ലിബാസുൽ ലഹുൻ. അവർ നിങ്ങളുടെയും നിങ്ങൾ അവരുടെയും വസ്ത്രം. വസ്ത്രത്തിന്റെ ധർമ്മം നിങ്ങൾ ഒരുപാട് കേട്ടതാണ്. അത് സൗന്ദര്യമാണ്, അത് ശരീരത്തോട് ചേർന്ന് നിൽക്കുന്നതാണ്. ഇങ്ങനെയൊക്കെയാണ് ബുള്ളറ്റ് പ്രൂഫ് വസ്ത്രങ്ങൾ വരെയുണ്ട്. ഇതാണ് വിവാഹത്തോടുകൂടെ ഉണ്ടാകുന്നത്. സൗന്ദര്യമുണ്ടാകും, അഥവാ ഒരടുക്കും ചിട്ടയും ഉണ്ടാകും. അവൻ നേരത്തെ വീട്ടിലെത്തും, അവൻ എല്ലാ കാര്യങ്ങളിലും ഇടപെടും, എല്ലാം കൃത്യമായി ചെയ്തു തീർക്കും, ശ്രദ്ധയുണ്ടാകും. അവർ തമ്മിൽ എല്ലാ കാര്യങ്ങളെയും മറച്ചു വെക്കും. തന്റെ ന്യൂനത, അവളുടെ ന്യൂനത എല്ലാം ഒതുക്കി വെക്കും. മരിച്ചാൽ കുളിപ്പിക്കേണ്ട ബാധ്യത പോലും ഒന്നാമതായി തന്റെ ഇണയ്ക്കാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചത് ഇതുമൊക്കെയായി ബന്ധമുള്ളത് കൊണ്ടാവാം. ഒരു ന്യൂനതയും ശാരീരികമാകട്ടെ മാനസികമാകട്ടെ എല്ലാം ഒതുക്കി വെക്കുന്നവൾ, സംശയദൃഷ്ടിയോടുകൂടെ പരസ്പരം കാണാത്തവർ, എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ പോലും മിണ്ടാതിരിക്കുന്നവർ എന്ന് വിശുദ്ധ ഖുർആൻ അതിനെക്കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. ഈ മാർഗങ്ങളെല്ലാം സൗജ് എന്ന പദത്തെക്കുറിച്ച് അത് ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കുമ്പോ തീർച്ചയായും ഖുർആൻ ആ വിഷയത്തിൽ നമുക്ക് വെളിച്ചമായി തീരും എന്നതിനെ കുറിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല. 5 മിനിറ്റ് കൂടെ ഞാൻ അവിടെ അവസാനിപ്പിക്കാം. സഹോദരങ്ങളെ, സഹോദരികളെ, ഇങ്ങനെ ജീവിതത്തിലുടനീളം ഖുർആൻ പാലിക്കുന്നതിലൂടെ അത് നമ്മുടെ വെളിച്ചമായി മാറും, അത് പ്രകാശപൂരിതമാകും. സ്വന്തം മാത്രമല്ല, തൻ്റെ മക്കൾക്കിടയിൽ ഞാനൊരു പ്രകാശമാകും. കുടുംബത്തിൽ, അയൽപ്പക്കങ്ങളിൽ, നാട്ടിൽ, മഹല്ലിൽ എല്ലായിടത്തും പ്രകാശമായിരിക്കും അയാൾ. മൂപ്പര് നല്ലൊരു മനുഷ്യനാണ്. മനസ്സിനെ പാകപ്പെടുത്തണം. ഖുർആൻ അത് തന്നെ പഠിപ്പിക്കുന്നു. നോക്കൂ, നിങ്ങളൊരു കവിതയിൽ കവി വിശദീകരിക്കുന്നത്, യാ ഖാദിമൽ ജിസ്മി കം തഷ്ഖാ ലി ഖിദ്മതിഹി അതത്ലുബുർ റിബഹ മിമ്മാ ഫീഹി ഖുസ്റാനു. ഒരു ലാഭവും നേടാൻ സാധ്യമല്ലാത്ത, ഒന്നും നിനക്ക് നേടിത്തരാത്ത, ആത്യന്തികമായി ഒന്നും നേടിത്തരാൻ സാധ്യമല്ലാത്ത ശരീരത്തെ മാത്രം പോഷകം നൽകുന്നതിൽ എന്ത് മനുഷ്യ. അഖ്ബിൽ അലൻ നഫ്സി വസ്തക്മിൽ ഫവായിദഹു فأنت بالنفس لا بالجسم إنسان. നീ നിന്റെ മനസ്സിനെ പാകപ്പെടുത്തണേ, നീ നിന്റെ ഹൃദയത്തെ പാകപ്പെടുത്തണേ. എങ്കിൽ നീ മനസ്സിലാക്കൂ, നീ മനുഷ്യനായത് ശരീരം കൊണ്ടല്ല, മനസ്സുകൊണ്ടാണ്. അയാൾ ഒരു മനുഷ്യനല്ലട്ടോ എന്ന് നമ്മൾ പറയലുണ്ട്. നല്ല തണ്ടും തടിയുള്ള ആൾക്കാരെടുത്ത് പോയിട്ട് കാര്യം നടക്കാണ്ട് തിരിച്ചു വന്നിട്ട് പറയല, മൂപ്പറടുത്ത് പോകാൻ പറ്റിയല്ല, ഒരു മനുഷ്യനല്ല അയാളെന്ന്. എന്നാ സാധുവായ വളരെ ക്ഷീണിച്ച ഒരു പാവത്തിന്റെ അടുത്ത് വന്നിട്ട് കാര്യം പറഞ്ഞ് അതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു, അയാൾ ഒരു മനുഷ്യനാട്ടോ എന്നറിയും. തടിയും വണ്ണവും നോക്കിയിട്ടല്ല മനുഷ്യനെ തീരുമാനിക്കുന്നത്, മനസ്സാണ്. അതുകൊണ്ട് ഖുർആൻ പഠിപ്പിച്ചു, നിങ്ങൾ മനസ്സിനെ പാകപ്പെടുത്തുക, ഖുർആനിലൂടെ മനസ്സിനെ സ്ഫുടം ചെയ്യുക. ഉബൈദത്തുൽ മുലൈക്കി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചത്, നിങ്ങൾ വിശുദ്ധ ഖുർആനിനെ തലയിണയാക്കരുത്, അത് പാരായണം ചെയ്യണം, അത് പഠിക്കണം, രാത്രിയിൽ അത് പാരായണം ചെയ്യണം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, ധാരാളമായി കേൾക്കണം, അതിനെ വെടിയരുത്, മഹ്ജൂറാക്കരുത്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ പരാതി പറയുന്നത്, വഖാലർ റസൂലു റബ്ബി ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറ. അവരുടെ വീടുകളിൽ നിന്ന് മുഖരിതമാകുന്നത്, കേട്ടുകൊണ്ടിരിക്കുന്നത് ആൽബങ്ങളിലെ അറുവളുപ്പൻ എന്തോ
എന്തൊക്കെയോ അർത്ഥശൂന്യമായ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ ഒട്ടും വിശദീകരിക്കാത്ത എന്തൊക്കെയോ അർത്ഥശൂന്യമായ വരികളാണ്. ആ വരികൾക്കിടയിലൂടെ സഞ്ചരിച്ച് വിവാഹം ചെയ്ത് അതൊന്നും കാണാതെ ദാമ്പത്യ തകർച്ച നേരിടുന്ന ഒരുപാട് ആളുകളില്ലേ? ആലോചിക്കണം. നമ്മുടെ കുടുംബത്തിലെ മീഡിയകളുടെ ഉപയോഗക്രമത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ അവഗണിച്ചു എന്നതിനെ ഇമാം റാസി വിശദീകരിച്ചത് അവർ പൂർണ്ണമായും ഇതുപോലുള്ള കാര്യങ്ങളിലേക്ക് തിരിഞ്ഞു പോകുന്നു എന്നാണ്. വഇദാ ഖുരിഅൽ ഖുർആൻ ഫസ്തമിഉ ലഹു, പ്രവാചകന്റെ വാചകം, നിങ്ങൾ ഖുർആൻ ഓതുന്നത് കേൾക്കണം. അങ്ങനെ ഓതുന്നത് കേട്ടാൽ ശ്രദ്ധിച്ച് കേൾക്കണം. വഅൻസിതു, നിങ്ങൾ സശ്രദ്ധമിരിക്കണം. 7-ാം അധ്യായം സൂറത്ത് ആറാഫിലെ 204-ാമത്തെ സൂക്തമാണിത്. ലഅല്ലകും തുർഹമൂൻ, എങ്കിൽ നിങ്ങൾക്ക് കാരുണ്യമുണ്ട് എന്ന്. ഖുർആൻ പാരായണം കേൾക്കുന്നത് പോലും, സഹോദരങ്ങളെ സഹോദരികളെ, ഞാൻ അവസാനിപ്പിക്കുന്നു. വിശുദ്ധ ഖുർആൻ ഇങ്ങനെ മനുഷ്യനെ പരിവർത്തിപ്പിച്ചതിന്റെ ഒരു രീതിശാസ്ത്രം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. നേരെ നേരെ നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന് പറയാതെ, നിങ്ങൾ സത്യം മാത്രം പറയുക എന്ന് പറയാതെ, നിങ്ങൾ ഇണതുണയായി അങ്ങനെ ജീവിക്കണം എന്ന് നേരിട്ടങ്ങ് പറയാതെ, മനുഷ്യന് പരിചയമുള്ള, അവന് കണ്ടെത്താൻ കഴിയുന്ന പ്രകൃതി പ്രതിഭാസങ്ങളെയും ശരീര അത്ഭുതങ്ങളെയും പരിചയപ്പെടുത്തിയിട്ട് അള്ളാഹു നന്മയിലേക്കും ജീവസിലേക്കും നയിക്കുന്നത് നോക്കൂ നിങ്ങൾ. ഞാൻ ഓതി വെച്ച ആമുഖമായ വചനങ്ങൾ, അലം നഖ്ലുഖും മിൻ മാഇൻ മഹീൻ, നിസ്സാരമായ ഒരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്നല്ലേ നാം നിങ്ങളെ സൃഷ്ടിച്ചത്. ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു മനുഷ്യന് ഖുർആനിലെ മറ്റ് സാരോപദേശങ്ങളെയെല്ലാം സ്വീകരിച്ചേ മതിയാകൂ. അവൻ സ്വീകരിച്ചിരിക്കും. അവസാനം അതിൽ സൂചിപ്പിക്കുന്ന ശ്രദ്ധേയമായ ഒരു ഭാഗം ഭൂമിയെക്കുറിച്ച്, അലം നജ്അലിൽ അർദ കിഫാതാ അഹ്യാഅൻ വ അംവാതാ, ജീവനുള്ളവരെയും മരിച്ചവരെയും, ഒന്നുകൂടെ, ജീവനുള്ളവരെയും മരിച്ചവരെയും ഒരുപോലെ ഉൾക്കൊള്ളാൻ പാകതയിലാക്കിയില്ലേ നാം ഈ ഭൂമിയെ? ഒന്നുകൂടെ ആലോചിക്കണേ കൂട്ടരെ. മരിച്ചവരെ ഭൂമി തന്റെ വയറിനുള്ളിലേക്കും ജീവനുള്ളവർക്ക് അതിന് പുറമെ വിഹരിക്കുവാനും പാകത്തിനുള്ളതാക്കിയില്ലേ ഈ ഭൂമിയെ? എന്നിട്ടും എന്തേ നിങ്ങൾ അംഗീകരിക്കാത്തത്? വൈലു യൗമഇദിൽ ലിൽ മുകദ്ദിബീൻ, ഇതൊക്കെ കേട്ടിട്ടും ചിന്തിക്കാതെ നിഷേധിച്ചവർക്ക് നരകമല്ലാതെ എന്ത്? സഹോദരങ്ങളെ സഹോദരികളെ, അവസാനിപ്പിക്കുന്നു. ഖുർആനിലെ ഭാഷാ ശൈലിയും സാഹിത്യ സമ്പുഷ്ടതയും വശ്യതയും ഈണവും, ഖുർആനിനെ എതിർക്കാൻ വേണ്ടി വന്ന വലീദ് പറഞ്ഞ വർത്താനുണ്ടല്ലോ, എന്നെ കൊണ്ടാവൂല, അതിനെന്തോ വശ്യതയുണ്ട്, അത് എല്ലാറ്റിനെയും താഴ്ത്തിക്കളയും കേട്ടോ, ഇത് മനുഷ്യന്റെ വാക്കല്ല കേട്ടോ എന്ന് പറയുന്നുണ്ട്. ഓരോ സൂറത്തുകളെ പരിചയപ്പെടും. സൂറത്തുൻ നജ്മ്, അതിന്റെ അവസാനമെല്ലാം യാ അഥവാ അലിഫ് ഇങ്ങനെ ആ والنجم إذا هوى ما ضل صاحبكم وما غوى وما ينطق عن الهوى إن هو إلا وحي يوحى علمه شديد القوى ذو مرة فاستوى وهو بالأفق الأعلى ثم دنا فتدلى فكان قاب قوسين أو أدنى فأوحى إلى عبده ما أوحى. ഇങ്ങനെ എല്ലാ ആയത്തിന്റെയും അവസാനം ആർക്കും മടുപ്പ് വരിക? ഓതിയാൽ നിർത്താൻ കഴിയില്ല, കേട്ടാൽ മതിയെന്ന് പറയാൻ കഴിയില്ല. പ്രവാചകൻ ഓതി കേൾക്കാൻ ഒരുപാട് സമയം കണ്ടെത്തിയിരുന്നു. സൂറത്ത് ഖമറിന്റെ അവസാനമെല്ലാം എന്ന് അവസാനിപ്പിക്കുന്നു. റാ കൊണ്ട് അവസാനിക്കുന്നു. എന്ത് ഹൃദ്യമാണത് കേട്ടുപോകാൻ. സൂറത്തു റഹ്മാനിൽ 31 പ്രാവശ്യം ഒരേ ഒരായത്ത്
31 പ്രാവശ്യം ആവർത്തിച്ചിട്ട് ആർക്കും മടുപ്പുണ്ടാകാത്ത ഒരേ ഒരു ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ. ആ ഖുർആനുമായി അടുക്കാൻ ശ്രമിക്കുക. സൂറത്തുൽ ഹാഖയുടെ അവസാനം എല്ലാ ആയത്തുകളുടെയും അൽ ഹാഖ മൽ ഹാഖ വമാ അദ്റാക മൽ ഹാഖ എല്ലാം ഇങ്ങനെ അവസാനിക്കുന്ന ഹൃദ്യമായും ഈണത്തോടുകൂടെയും നല്ല ശബ്ദമാധുര്യത്തോടുകൂടെയും ഇതങ്ങ് ഓതിയാൽ ആ ഇമാമ് എത്ര നേരം നമസ്കരിച്ചാലും മതി വരില്ല കൂട്ടരെ. ഈ വിശുദ്ധ ഖുർആൻ പോലെ അത് കവിതയല്ല, അത് പാട്ടല്ല, അത് ഗദ്യമല്ല, അതെന്തെങ്കിലുമല്ല. അതിനെന്തോ ഒരു വശ്യതയുണ്ട്. അത് ഓതി കേൾക്കുമ്പോൾ ഉമർ പോലും ജീവിതത്തിന് മാനസാന്തരം സംഭവിച്ച് അത്രയേറെ കടുത്ത മനസ്സ് ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറായെങ്കിൽ ആ വിശുദ്ധ ഖുർആനിന്റെ വശ്യത തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സൂറത്തുൽ മുസമ്മിൽ പരിചയപ്പെട്ടു നോക്കൂ. ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ ലാ ലാ എല്ലാ ആയത്തുകളുടെയും അവസാനം ലൻ എന്ന് ലാ ലാ എന്ന് അവസാനിപ്പിക്കുമ്പോ എത്ര ഹൃദ്യമാണ് കൂട്ടരെ. ഞാൻ അടുത്ത ആളുടെ സമയത്തെ അതിക്രമിച്ച് കടന്നു കയറുകയാണ് എന്നതുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കാം. ഇനിയും ഒരുപാട് നിൽക്കാൻ ഞാൻ സന്നദ്ധനായിരുന്നു. പക്ഷേ ഓരോ പരിപാടിക്കും അതിൻ്റെതായ രീതികളുണ്ടല്ലോ, ഓരോ ഹർഫിനും കൂലി. അതുകൊണ്ട് കണ്ണ് ചിമ്മാതിരിക്കുക, വരികൾക്കിടയിലൂടെ ആശയങ്ങൾ ഗ്രഹിക്കുക. കയ്യിലൊരു വെളിച്ചമുണ്ടായിട്ട് അത് പ്രകാശിപ്പിക്കാതിരിക്കല്ലേ, പരിസരം അത് തിളങ്ങട്ടെ. വിശുദ്ധ ഖുർആനിനെ കുറിച്ച് പറഞ്ഞ ആയത്ത് വലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബൽ, ഇതൊരു പർവ്വതത്തിന്റെ മുകളിലായിരുന്നു അവതരിച്ചതെങ്കിൽ ലറഅയ്തഹു ഖാശിഅ മുതസദ്ദിഅൻ മിൻ ഖശ്യത്തില്ലാഹ്, ഭയന്ന് അത് പൊട്ടി തകർന്നു പോകുന്നത് നിനക്ക് കാണാമായിരുന്നു. പക്ഷേ ഇതൊക്കെ കേട്ടിട്ടും കുലുങ്ങിയില്ല നാം എങ്കിൽ ഒരു കാര്യം ഉറപ്പ്, നാം കേട്ടിട്ടില്ല കൂട്ടരെ. നാം അതിനെ വേണ്ട രീതിയിൽ മനസ്സിലാക്കിയിട്ടില്ല. അത് വായിച്ചാ പോരാ, അതിനുള്ളിലൂടെ വായിക്കണം. കേൾക്കുമ്പോൾ കേൾക്കാത്തവനെ പോലെ തിരിഞ്ഞു നടക്കുന്ന ആളുകളെ 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാൻ വിശദീകരിച്ചിട്ടുണ്ട്. കഅന്ന ഫീ ഉദുനൈഹി വഖറ, ആവരുത് ചെവിയിൽ കട്ടിയുള്ളവരെ പോലെ. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമർ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. ഈ ഇരിക്കുന്ന, ഈ ശബ്ദം കേൾക്കുന്ന, ഈ ഇരിക്കുന്ന എത്ര ആളുകൾ ഖുർആൻ പഠിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യുന്നു? ഈ ഇരിക്കുന്ന എത്ര പേർ ഖുർആൻ പഠിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യുന്നു? ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തണം. ഖുർആൻ പഠിക്കണം. അത് തലയിലങ്ങ് കയറിയാലുണ്ടല്ലോ വിടൂലട്ടോ, വിടാൻ കഴിയില്ല, ഒഴിവാക്കാൻ കഴിയില്ല. അത് ജീവിത ഗന്ധിയാണ്. സഹോദരങ്ങളെ, സഹോദരികളെ, ഖുർആനിനെ നമ്മുടെ വഴിയിൽ വെളിച്ചം വീശുന്ന മാർഗദർശനമായി സ്വീകരിക്കാൻ ശ്രമിക്കുക, പ്രാർത്ഥിക്കുക. അല്ലാഹു അങ്ങനെ യഥാവിധി ജീവിക്കാനും സമാധാനം കണ്ടെത്താനും സാധിക്കുന്ന യഥാർത്ഥ മുത്തഖികളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اجعل القرآن إماما لنا، اللهم اجعل القرآن شفيعا لنا، اللهم اجعل القرآن شاهدا لنا ولا شاهدا علينا. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا. وآخر دعوانا أن الحمد لله رب العالمين وصلى الله على أشرف المرسلين وآله وصحبه أجمعين. السلام عليكم ورحمة الله وبركاته.